2008 ബാംഗ്ലൂർ വെച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഗ്ലോബൽ റാക്സ് ആൻഡ് ഇന്റീരിയേഴ്സ്. പിന്നെ അത് 2018 ചെറിയൊരു വർക്ക്ഷോപ്പ് ഞങ്ങൾ തുടങ്ങി. ലോക്ക്ഡൗൺ സമയത്താണ് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തത്, ബാംഗ്ലൂർ മടുത്തതുകൊണ്ട്. അങ്ങനെ ചെറിയൊരു വർക്ക്ഷോപ്പും ഒരു ചെറിയ ഓഫീസും സെറ്റപ്പ് ചെയ്തു, ചെറിയൊരു വാടകയിൽ 2 സ്റ്റാഫ് വെച്ചിട്ട്. പക്ഷെ 6 മാസം കൊണ്ട് ഞങ്ങൾക്ക് അതവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അത് വേറൊരു ഷോപ്പിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു, ഒരു 3 ഷട്ടറുള്ള. പക്ഷെ അവിടെ വർക്കുകൾ പിന്നെ കൂടിക്കൊണ്ട് വരുന്നുണ്ട്. പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറവാണ്. അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വലിയൊരു ഫാക്ടറി തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ അതിൽ പ്രൊഡക്ഷൻ നമുക്ക് ഒരു G-Rax എന്ന ബ്രാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു ഫാക്ടറി തുടങ്ങി 2500 സ്ക്വയർ ഫീറ്റിൽ. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള ഗ്ലോബൽ റാക്സ് ആൻഡ് ഇന്റീരിയേഴ്സ്, അതായത് G-Rax എന്ന ബ്രാൻഡിൽ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഫാക്ടറി ഞങ്ങൾ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ പ്രൊഡക്ഷൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഏതെല്ലാം പ്രൊഡക്ഷൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് ഞങ്ങൾ പ്രൊഡക്ഷന്. അപ്പോൾ ഇന്ന് കമേഴ്ഷ്യൽ ഷോപ്പ്, നിങ്ങളിപ്പോൾ എല്ലാവരും മാർക്കറ്റിൽ പോകുന്ന ആൾക്കാരാണ്, പലതരത്തിലുള്ള ഷോപ്പിങ്ങൾ കാണാം. ഏതെല്ലാം ടൈപ്പിൽ ഷോപ്പുണ്ട്, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, ഫാൻസി ഷോപ്പ്, ബേബി ഷോപ്പ്, അങ്ങനെ പലതരത്തിലുള്ള ഷോപ്പ് കാണാം. പക്ഷേ എല്ലാ ഷോപ്പിൻ്റെ ഇപ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞാൽ സമയം തികയില്ല. അപ്പോൾ ഇന്ന് ഞാൻ സൂപ്പർ മാർക്കറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലുള്ള പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ആദ്യമായിട്ട് വാൾ സൈഡ് റാക്ക് വിത്ത് ബാക്ക് ഷീറ്റ്. ഇത് ചുമര് ഉള്ള എല്ലാ സ്പേസും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റാക്ക് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. കോർണറൊക്കെ അത് ഞങ്ങൾ ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഒരു സ്പേസും കൂടി വേസ്റ്റ് ആവാത്ത നിലയ്ക്ക്. കാരണം റെന്റ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു കസ്റ്റമർക്കും ഞങ്ങൾ ഒരു നല്ലൊരു സ്പേസ് ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വിത്ത് ബാക്ക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഷോപ്പിൻ്റെ ഒരു മൊഞ്ചു കൂട്ടാനും ഒരു സ്റ്റൈലിഷ് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ചില കസ്റ്റമർക്ക് ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ കുറക്കാൻ പറ്റും, അല്ല ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് സെയിം പ്രോഡക്റ്റ് സെയിം ക്വാളിറ്റി, ബട്ട് അതിൽ ബാക്ക് ഷീറ്റ് ഇല്ല, സംഭവം സെയിം തന്നെ. അതിൽ സ്റ്റാൻഡേർഡ് സൈസ് 7 ഫീറ്റ് ഹൈറ്റ് 6 ഷെൽഫാണ് വരുന്നത്. അടുത്തത് സെൻറ്റർ റാക്ക്, ഗോണ്ടോള എന്ന് പറയും. ഈ വാൾ റാക്ക് വെച്ചതിന് ശേഷം 3 ഫീറ്റ് പാസേജ് കൊടുക്കും കസ്റ്റമറിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, 2 ട്രോളികൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമുള്ള ഒരു സെറ്റപ്പാണ് ഈ സെൻറ്റർ റാക്ക് എന്ന് പറയും. കസ്റ്റമർ ബോത്ത് സൈഡ് സാധനം പിക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം. അപ്പോൾ ഇതിൽ സ്റ്റാൻഡേർഡ് സൈസ് 5 ഫീറ്റ് ഹൈറ്റ് 5 ഷെൽഫ് വരും. പിന്നെ ചില സിറ്റിയിലല്ല 5-6 അടി 7 അടി വരെ ഹൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാരണം കൂടുതൽ സ്റ്റോക്ക് വെക്കാനും കൂടുതൽ അവർക്ക് സ്റ്റോറേജ് ആവശ്യം വേണ്ടിയിട്ട് 7 ഫീറ്റ് വരെ സെറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് എൻഡ് ക്യാപ്പ് അഥവാ ഫ്രണ്ട് ഫേസ് റാക്ക്. ഈ സെൻറ്റർ റാക്കിൻ്റെ പൂർത്തീകരണമാണ് എൻഡ് ക്യാപ്പ്. അവിടെ നമുക്ക് ഗോണ്ടോള സെൻറ്റർ റാക്കിൽ വിതൗട്ട് എൻഡ് ക്യാപ്പും ഇതിലുള്ള വ്യത്യാസമില്ലേ, ഫിനിഷിങ്ങിലൊരു ഇതില്ലേ. അപ്പോൾ എൻഡ് ക്യാപ്പാണ് ഇത്. ഈ സെൻറ്റർ റാക്കിൻ്റെ ഏത് ഹൈറ്റിലാണോ സെയിം ഹൈറ്റിലാണ് എൻഡ് ക്യാപ്പ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഷോപ്പ് ഇതെല്ലാം പ്രൊഡക്റ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ സാധനം അടുക്കൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഷോപ്പിൻ്റെ മെഷർമെൻറ്റ് എടുക്കും. ആദ്യം എടുത്തിട്ട് അതിന് ഞങ്ങൾ ലേഔട്ട് ഉണ്ടാക്കും, ഒരു പ്ലാൻ ഉണ്ടാക്കും. എൻട്രൻസ് എവിടെ, ക്യാഷ് കൗണ്ടർ എവിടെ, ഫ്രീസർ അവിടെ സെറ്റ് ചെയ്യണം, പിന്നെ പാസേജ് എത്ര കൊടുക്കണം, ഇതെല്ലാം ഡീറ്റെയിൽസ് ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇത് കാണുമ്പോൾ തന്നെ കസ്റ്റമർ ഫുൾ ഹാപ്പി ആവും. കാരണം അത്ര ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് ലേഔട്ട് വരച്ചു കൊടുക്കും. ഈ ലേഔട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കും, എന്നിട്ട് ഞങ്ങളത് സപ്ലൈ ചെയ്യും. ഇനിയിപ്പോൾ ഇതിലുള്ള ബെനിഫിറ്റ്സ്, കസ്റ്റമർക്കുള്ള ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ ഏത് ഷോപ്പ് ഇന്നിപ്പോൾ കാസർഗോഡിലടക്കം ഈ പ്ലൈവുഡ് കൊണ്ടാണ് ഫർണിച്ചർ ചെയ്യുന്നത്. മിഞ്ഞാന്നൊരു കസ്റ്റമർ വന്നു, റണ്ണിങ്ങിൽ ഇങ്ങനെ പോകുമ്പോൾ ബോർഡ് കണ്ടിട്ടാണ് കയറിയിട്ടാകുമ്പോൾ ആകെ ബേജാറായിപ്പോയി കസ്റ്റമർ. എല്ലാം മെറ്റൽ കൊണ്ടുള്ള ഫർണിച്ചർ, ഇയാൾ മൊത്തം പ്ലൈവുഡ് കൊണ്ട് ചെയ്തിട്ട് ആകെ ബേജാറായിട്ടുള്ളത്. കുറേ സമയം വേസ്റ്റായി, പൈസ വേസ്റ്റായി. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. അതേപോലെ ബഡ്ജറ്റ് എടുക്കണം. ഇന്ന് ഞാൻ വീട്ടിലത്തൊരു സാരി ഗാർമെൻറ്റ്സ് ഷോപ്പ് ഞങ്ങൾ ചെയ്തു. 35 ലക്ഷം രൂപ വേറെ ഒരു ഇൻറ്റീരിയർ
കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര തന്നെ കോസ്റ്റ് ഉണ്ടാവും. കാരണം പ്രൈവറ്റ് കൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ കോസ്റ്റ് ഉണ്ട്. പക്ഷെ ഞങ്ങളത് 17 ലക്ഷത്തിലാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ എത്ര ഡിഫറൻസ് നോക്കും. പിന്നെ അതുമല്ല, കസ്റ്റമർക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, വേറെ സ്ഥലത്ത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ ഷെൽഫ് ആഡ് ചെയ്യാൻ പറ്റും, കുറക്കാനും പറ്റും. എല്ലാ ബെനിഫിറ്റ്സും അതിലുണ്ട്. പിന്നെ ഇത്രയെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് കുറച്ച് ആൾക്കാരെ സപ്പോർട്ട് വേണം. അതായത് ഇത് BNIൻ്റെ ഒരു മെയിൻ ബേസാണ് റെഫറൽ ഇല്ലെങ്കിൽ BNI ഇല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ആരെല്ലാം വേണമെന്ന് വെച്ചാൽ ബിൽഡേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, ഷോപ്പ് ഓണേഴ്സ്, ബിൽഡിംഗ് ഓണേഴ്സ്. ബിൽഡേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് കമേർഷ്യൽ ഷോപ്പ് ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഇത്ര കമേർഷ്യൽ ഷോപ്പ് വരുന്നുണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ അത് ഞങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. അവർക്ക് എന്തായാലും ചെയ്യണം. ഇപ്പോൾ നിങ്ങളെ കോൺടാക്ട്സിൽ എത്ര ബിൽഡേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ അതും ചെയ്യാം. നമ്മളെ ചാപ്റ്ററിൽ തന്നെ ബിൽഡേഴ്സ് ഉണ്ട്, അതും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ കുറച്ച് ആൾക്കാരുണ്ട് ടൈൽ ഷോറൂമിൻ്റെ, അതേപോലെ പെയിൻറ്റ് ഷോപ്പ്, ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ടൈൽ ഷോറൂമിൽ ഒരു ഷോപ്പിന് വേണ്ടിയിട്ട് ടൈൽസ് എടുക്കാൻ വരും. അപ്പോൾ ഷോപ്പിന് ടൈൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ഷമീർ ഭായിൻ്റെ മനസ്സിൽ ലഡ് പൊട്ടാണ്, നൗഷാദിന് ഒരു ചാൻസ് ഉണ്ട് ഇവിടെ. അതേപോലെ റിഷാദ് ഭായിൻ്റെ ഷോപ്പിലേക്ക് ഷോപ്പിന് പെയിൻറ്റ് പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ റിഷാദ് ഭായിൻ്റെ മനസ്സിലൊരു അഡ്ബോട്ടാണ്, ഇത് നൗഷാദിന് ഒരു ചാൻസ് കൊടുക്കണമെന്ന്. അയാൾ നല്ല സപ്പോർട്ടും ചെയ്തതിന് 2-3 പ്രൊജക്റ്റും ഞങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട് ഗോവയിലും ഇയാളെ കേരളത്തിൽ. അപ്പോൾ അതേപോലെ നമ്മളെ ഷാഹിദ് ഭായ്, ACP, ഇവരെല്ലാം ആദ്യം കയറുന്നൊരു ആൾക്കാരാണ് ബിൽഡിങ്ങിലേക്ക്. അതുകൊണ്ട് ഇത്ര ആൾക്കാരെ സപ്പോർട്ട് എനിക്ക് വേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഈ ജിറാക്സ് ഡിസ്പ്ലേ സിസ്റ്റം എന്ന കമ്പനി കാസർഗോഡിലേക്ക് ഞങ്ങളിപ്പോൾ പുതുതായിട്ട്, കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരു സ്ഥാപനമേ ഉള്ളൂ, ജിറാക്സ് ഡിസ്പ്ലേ സിസ്റ്റം. കമേർഷ്യൽ ഷോപ്പിൻ്റെ എല്ലാത്തരം ഡിസ്പ്ലേ റാക്സുകൾ സപ്ലൈ ചെയ്യുന്ന ഒരേ ഒരു കമ്പനിയാണ് കാസർഗോഡിലുള്ളത്. അപ്പോൾ ഇപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല, കുറച്ച് പണിയുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ റൂം എടുത്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് വരുന്നതുകൊണ്ട് കുറച്ച് തിരക്കിലാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. കാരണം BNIൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ആദ്യം കാസർഗോഡ് വന്നിട്ട് ആദ്യം ജോയിൻ ചെയ്ത് BNIയിലേക്ക്. കാരണം BNIൻ്റെ ആ ഒരു പോസിറ്റീവ് 100% ഉള്ളത് തന്നെ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ BNIയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും നോക്കുന്നത് അതിൻ്റെ ഇൻപുട്ടാണ്. പക്ഷെ ഇവിടെ നേരെ മറിച്ചാണ്. ബിസിനസ് വരാതിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ ഒരു സെൽഫ് ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അതൊരു ഉപകാരപ്പെടും. അതുകൊണ്ട് എല്ലാവരും എനിക്ക് സഹകരിക്കണം. എൻ്റെ ഷോറൂം എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം ഉണ്ടാവും. നിങ്ങളെല്ലാവരും സഹകരണവും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.